ഇത് തൃപ്പയാറ് കിഴക്ക് വശം മുറിവിൽ പുഴുവരിച്ച് വേദന കൊണ്ട് അലഞ്ഞ് നടന്നിരുന്ന ഒരു ഡോക്ടർ. അവിടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് എന്നോട് വിളിച്ചു പറഞ്ഞതിൽ രക്ഷിക്കാൻ ഇപ്പൊ എന്താ ഒരു വഴി. എൻ്റെ കയ്യിൽ ശ്രീജേഷ് പന്താവൂർ തന്നൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ തളിക്കുളത്തിൽ ഒരു ചേച്ചിയായിരുന്നു. ആള് വരെ അതിന് മുമ്പ് കൂട് റെഡിയാക്കാൻ പറഞ്ഞു ഇവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. ഇവരെ പിടിച്ചാൽ ഇടാനുള്ള കൂട് റെഡിയാക്കുന്ന തിരക്കിലാണ്. കൂടൊക്കെ റെഡി ആയതിനു ശേഷമാണ് പിന്നെ ചേച്ചിനെ വിളിച്ചിട്ട് ചേച്ചി ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ചേച്ചിക്ക് എളുപ്പത്തിൽ പിടിക്കാൻ സാധിച്ചു. പിന്നെ ചേച്ചി മിടിക്കായിരുന്നു. പിന്നെ മുറിവ് പഴുത്ത് പുഴുവരിച്ച ഒരു പട്ടിയല്ല കേട്ടാ, 2 പട്ടികൾ ഉണ്ടായിരുന്നു. 2 പേരെയും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തും അത് കൊടുത്തും ഇത് കൊടുത്തും അവര് വലയിലാക്കി. കൂടിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ചധികം ദൂരമുണ്ട്. പലരും പറയുന്നുണ്ട് ഇവരെ കഴുത്തിന്റെ പുറകുവശം നോക്കി വെട്ടി വിടുന്നതാണ് എന്ന്. എന്തിനു വേണ്ടി? എന്തായാലും ആരുടെയും വീട്ടിൽ ആധാരം ചോദിച്ചോ ലോക്കറിലിരിക്കുന്ന സ്വർണം ചോദിച്ചൊന്നും ഇവര് വരില്ല. പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു? പലരും കണ്ടിട്ട് കണ്ണടച്ചത് കൊണ്ടല്ലേ ഈ മുറിവ് ഇത്രയും പഴുത്തു വ്രണമായത്. ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മറ്റുള്ളവരുടെ വേദനയും വിശപ്പും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ മുറിവ് ഇങ്ങനെ പഴുക്കില്ലായിരുന്നു. ആ ചേച്ചി മുറിവിന്ന് പുഴുക്കളൊക്കെ കളഞ്ഞ് മരുന്നൊക്കെ പുരട്ടി അതിനെ പയ്യനെ പുരട്ടി കൊടുത്ത് ഇനി ആളെ കൂട്ടിലോട്ട് കെടുത്തണം. ലഹരിക്ക് അടിമകളായി മനുഷ്യനെ പോലും വെട്ടിയും കൊന്നും രസം കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിലാണല്ലോ ഈ പാവം മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുമ്പോഴും അവരെ വേദനയിലൊക്കെ ആർക്കും അതിലൊരു വിഷമം ഉണ്ടാവില്ല. ഈ ചെയ്യുന്നത് സപ്പോർട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേരും നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് വളരെ തുച്ഛം ആൾക്കാരും, എന്നാൽ എന്താ ഭ്രാന്തുണ്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കാനാണ് കൂടുതൽ പേരുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ചോറും ചിക്കൻ പാർട്സും കൊടുത്ത് അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ടിരിക്കുന്നു. ഇനി പിറ്റേ ദിവസം വന്ന് മരുന്നൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം. എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യരുത്. ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ മിണ്ടാപ്രാണികൾ അത് അവരവിടെ നടന്നോട്ടെ. അവർക്ക് തിന്നാനും കൊടുക്കണ്ട, കുടിക്കാനും കൊടുക്കണ്ട. പക്ഷെ ഇങ്ങനെ വെട്ടി പരിക്കേൽപ്പിക്കാതെയോ ഉപദ്രവിക്കാതെയോ കല്ലെറിയാതെയൊക്കെ ഇരുന്നൂടെ? എന്താ പറയാ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? അവറ്റങ്ങളെ കോലം കണ്ടില്ലേ? നമുക്കൊരു ദിവസം ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ രാത്രിയാണെങ്കിൽ അടുത്ത വീട്ടിൽ വിളിച്ചു ചോദിക്കും തലവേദനയുടെ ഗുളിക ഉണ്ടാ, അല്ലെങ്കിൽ ചെവി വേദനയുടെ ഗുളിക ഉണ്ടാ, ഉറങ്ങാൻ പറ്റാതെ. ഇത് എത്ര രാത്രികളായിട്ടുണ്ട് അവർ ഉറങ്ങിയിട്ട്. വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. ഇനിയെങ്കിലും ആരും ഉപദ്രവിക്കാതിരിക്കുക. ഉപകാരം ചെയ്യണ്ട, ഉപദ്രവിക്കരുത്. അതൊരു അപേക്ഷയാണ്. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അത് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. പാവങ്ങള് എന്ത് ജീവിതം, ജനിച്ചു പോയില്ലേ ഭൂമിയിൽ.